ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മറ്റൊരു വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചെറിയൊരു സ്കാം ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. കറൻ്റ്ലി ഇപ്പോൾ UK അല്ലെങ്കിൽ അയർലാൻഡ് അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസ് ലക്സംബർഗ് പോലെയുള്ള രാജ്യങ്ങളിലേക്ക് റേഡിയോഗ്രാഫേഴ്സിന് ഓപ്പണിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഏജൻസി റേഡിയോഗ്രാഫേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. റേഡിയോഗ്രാഫിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത് വെച്ചാൽ ലിങ്ക്ഡിൻ വഴിയും മറ്റേ വഴിയൊക്കെ അവർ കോൺടാക്ട്സ് എടുത്തിട്ട് റേഡിയോഗ്രാഫേഴ്സിനെ അവർ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നൊരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ അപ്രോച്ച് ചെയ്ത് 2-3 ഫോളോവേഴ്സ് ഇങ്ങനെ മെസ്സേജ് അയക്കും കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ആ ഒരു ഏജൻസിനെ കുറിച്ചിട്ട് തപ്പിയപ്പോൾ, അതായത് ഞാൻ മാത്രമല്ല ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ട് വൺ ഓഫ് ദ ഫോളോവേഴ്സ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു. ഹി ഹെൽപ് മീ എ ലോട്ട്, സോ താങ്ക്സ് ഫോർ ദാറ്റ്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ഒരു സെർച്ച് നടത്തിയ സമയത്ത് ഈ ഒരു ഏജൻസി എന്ന് പറയുന്നത് വളരെ ഒഫീഷ്യലായിട്ടുള്ള ഇമെയിലും കാര്യങ്ങളൊക്കെയാണ് റേഡിയോഗ്രാഫേഴ്സിന് അയക്കുന്നത്. സോ ഇഫ് യു ഗോട്ട് എൻ ഇമെയിൽ ഫ്രം ദം, നിങ്ങളത് വിശ്വസിക്കും അതൊരു റിയൽ ഏജൻസിയാണ്, ഇങ്ങനെ ജോബും കാര്യങ്ങളൊക്കെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയാണെന്നുള്ള കാര്യം നിങ്ങൾ വിശ്വസിച്ച് പോകും. കാരണം അതിന് മാത്രം പ്രൊഫഷണൽ ആയിട്ടുള്ള ഇമെയിലുകളും ആ ഒരു പ്രൊഫഷണൽ അപ്രോച്ചുമാണ് അവർ റേഡിയോഗ്രാഫേഴ്സിൻ്റെ അടുത്ത് ചെയ്യുന്നത്. സോ അവർ പ്രോമിസ് ചെയ്യുന്ന വെച്ചാൽ 2.5 ലക്ഷം രൂപ അപ്ഫ്രണ്ട്, 2.5 ലക്ഷം രൂപയ്ക്കാണ് അവർ ജോബ് വിസയും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നത്. പക്ഷേ ഈ 2.5 ലക്ഷത്തിൽ 40,000 റുപ്പീസ് നമ്മൾ അപ്ഫ്രണ്ട് ആയിട്ട് പേ ചെയ്യണം. ബാക്കിയുള്ള പ്രോസസ്സിങ്ങിന് ശേഷം സാലറിയിൽ നിന്ന് പിടിക്കുമെന്നാണ് പറയുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് വേണ്ട, രജിസ്ട്രേഷൻ വേണ്ട, ഇന്ന് ഒരു കാര്യങ്ങളും തന്നെ വേണ്ട. സോ ഇത്രയും ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സ് കാണുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പം യൂറോപ്യൻ കൺട്രിയിലേക്ക് ജോബ് നോക്കേണ്ട എല്ലാവരും ചാടി വീഴും. പിന്നെ ഇതുപോലെയുള്ള ഒരു എന്താ പറയുക, അവരുടെ ഇമെയിലും ബാക്കിയുള്ള പേയ്മെൻറ്റ് ഡീറ്റെയിൽസും എല്ലാ കാര്യവും ജെന്യൂൻ ആയിട്ടൊരു ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അഡ്രസ്സ് ഉണ്ട്, രജിസ്റ്റേർഡ് അഡ്രസ്സ് ഉണ്ട് അവർക്ക്. പിന്നെ അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ സെയിം കമ്പനിയുടെ പേരിലുണ്ട്. അപ്പം ഒരു ഫേക്ക് ആയിട്ടുള്ള സംഭവങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ഡൗട്ടിൽ ഞാനും നേരത്തെ പറഞ്ഞില്ല, എൻ്റെ ഒരു ഫോളോവർ ഉണ്ടായിരുന്നു. അപ്പോൾ അവനൊരു മച്ചാനെ കോൺടാക്ട് ചെയ്ത് ഈ ഒരു സംഭവം റിസർച്ച് ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ ഒരു രജിസ്ട്രേഷൻ ലൈസൻസിലുള്ളത് ഒരു ട്രാവൽ ഏജൻസി മാത്രമാണ്. ഇവർക്കൊരു എന്താ പറയുക, മാൻ പവർ റിക്രൂട്ടിംഗ് അല്ലെങ്കിൽ വേറൊരു പുറത്തെ രാജ്യത്തേക്ക് ജോബിന് വേണ്ടി റിക്രൂട്ട്മെൻറ്റ് നടത്താനുള്ള യാതൊരു ലീഗൽ അപ്രൂവൽസ് ഇവർക്ക് നാട്ടിലില്ല. ജസ്റ്റ് ഒരു ട്രാവൽ ഏജൻസി മാത്രമാണ്. ഈ ഏജൻസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും അവർ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയക്കുന്ന ഇമെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല, ജസ്റ്റ് ബി കെയർഫുൾ. ഇപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് ഒരു ജോബ് ഓപ്പണിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വരികയാണെങ്കിൽ ബി കെയർഫുൾ അബൌട്ട് ഓൾ ദീസ് തിങ്സ്. അപ്പം ദിസ് ക്വയറ്റ് ലോട്ട് ഓഫ് സ്കാംസ് ഹാപ്പനിങ് ലൈക്ക് ദിസ്, എസ്പെഷ്യലി ഇപ്പം UK അതുപോലുള്ള രാജ്യങ്ങളിലേക്ക് എന്താ പറയുക, ഇമിഗ്രേഷൻ കുറഞ്ഞത് കാരണം തന്നെ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഓൾറെഡി UK ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വേറെ ഏതെങ്കിലും രാജ്യത്തിലേക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്കാമേഴ്സിനെല്ലാം നല്ല രീതിയിൽ അറിയാം. നമ്മളെക്കാട്ടിയും ഇപ്പോൾ ആസ് എ റേഡിയോഗ്രാഫറിനെക്കാട്ടിയും ഇതുപോലെയുള്ള ഇൻഫർമേഷനിൽ അവർ ടോപ്പ് അപ്പ് ആണ്, മനസ്സിലായോ? അതുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ റേഡിയോഗ്രാഫേഴ്സ് എല്ലാവരും പ്രത്യേകം, ദേ ആർ മോർ ക്യാൻവാസിങ് ഓൺ റേഡിയോഗ്രാഫേഴ്സ്. അപ്പം എൻ്റെ ഫോളോവേഴ്സിൽ 2-3 പേർക്ക് ഈ ഒരു മെസ്സേജ് അവർ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, അവരിങ്ങനെ ഇമെയിൽ അയച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു ഏജൻസിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങിയത്. സോ കറൻ്റ്ലി ഇത് ന്യൂഡൽഹി രജിസ്റ്റർ ചെയ്ത ഒരു ട്രാവൽ ഏജൻസി മാത്രമാണ്, ഇതൊരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസി അല്ല. സോ ബി കെയർഫുൾ അബൌട്ട് ദിസ് കൈൻഡ് ഓഫ് സ്കാംസ് ഗൈസ്. അപ്പം കീപ് അപ്ഡേറ്റഡ് ആൻഡ് ഡു ഫോളോ ഫോർ മോർ ഇൻഫർമേഷൻസ്. കീപ് ഇൻ ടച്ച്. ബൈ.